നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഹെഡിങ് ഇത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട റാലി സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള പേരിലാണ് നമ്മുടെ ഈ ആഴ്ചത്തെ യൂട്യൂബ് വീഡിയോ വരുന്നത്. സോ എന്തുകൊണ്ടാണ് ഇത് വളരെ ക്രിട്ടിക്കലാകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്പാൻഷൻ സോൺ കണ്ടു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ എക്സ്പാൻഷൻ സോൺ കഴിഞ്ഞിട്ട് സ്റ്റോക്ക് വീണ്ടും പഴയ രീതിയിൽ ബേറിഷിലേക്ക് പോകുമോ അതോ അവിടെ ഒരു കൺസോളിഡേറ്റ് ബുള്ളിഷിലേക്ക് പോകുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് നമ്മുടെ വീഡിയോയിൽ ഇന്നുള്ളത്. ശ്രദ്ധിക്കേണ്ട ഏതാനും ചില ഹെഡിങ്സിലാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഒന്നാമത് ഹെഡിങ് മാക്രോ വോളറ്റിലിറ്റി, രണ്ടാമത് ഹെഡിങ് എന്ന് പറയുന്നത് ബെയർ ട്രാപ്പ്, മൂന്നാമത് ഹെഡിങ് എന്ന് പറയുന്നത് ഏർണിങ്സ് വോളറ്റിലിറ്റി, നാലാമത് ഹെഡിങ് എന്ന് പറയുന്നത് പിവറ്റ് സോൺസ് എന്ന് വെച്ചാൽ ടെക്നിക്കൽ സൈഡിൽ പിവറ്റ് സോൺ. ഒരു ഹെഡിങ് കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അത് ഡേറ്റ ഫ്ലോ ആണ്, ഡേറ്റയുടെ ഫ്ലോ ആണ്. ഈ 5 ഹെഡിങ്ങിൻ്റെ പുറത്താണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ മാക്രോ വോളറ്റിലിറ്റിയാണ്. നമ്മൾ കണ്ടല്ലേ ട്രംപിൻ്റെ താരിഫും ആൻറ്റി താരിഫും ഓവർ താരിഫും അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പം ഇപ്പോഴും വേൾഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് അൺസർട്ടനിറ്റി നിൽക്കുന്ന ഒരവസ്ഥയാണ്. എസ്പെഷ്യലി US മാർക്കറ്റിലെ റിസഷനുള്ള സാധ്യത 28% നിന്നും 34% ആയി കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്സ് കാണിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഫെഡ് റേറ്റ് കുറച്ചെങ്കിൽ പോലും ഫെഡിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു നയം വന്നുകൊണ്ട് തന്നെ മാർക്കറ്റിന് അത് വലിയൊരു സപ്പോർട്ടീവായിട്ട് ഭവിച്ചു എന്നുള്ളതാണ് കാര്യം. അതുപോലെ തന്നെ yen ഒന്ന് വീക്കായതും മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. 2 കാര്യങ്ങൾ. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു US മാർക്കറ്റിൻ്റെ ഓപ്ഷൻ ക്ലോസിങ്. സോ അത് കഴിഞ്ഞിട്ടുള്ള ഗ്രീക്സ് എങ്ങനെ സെറ്റിൽ ചെയ്യുന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് നമ്മളെ സംബന്ധിച്ച്. അതുപോലെ തന്നെ നമ്മൾ ഡോളർ ഇൻഡെക്സിൻ്റെ ഒരു വീക്ക്നെസ് നമ്മൾ കണ്ടു. 109-110 പോയിന് ശേഷം അറൗണ്ട് 103-104 റേഞ്ചിലേക്ക് ഡോളർ ഇൻഡെക്സ് തിരിച്ച് താഴെ വരുന്ന കാര്യം നമ്മൾ കണ്ടു. എമർജിംഗ് മാർക്കറ്റ്സിന് ഡോളർ ഇൻഡെക്സ് എപ്പോഴും വീക്കാവുന്നതാണ് നല്ലത്. അമേരിക്കയെ സംബന്ധിച്ചും US സംബന്ധിച്ചും ബേസിക്കലി US കോർപ്പറേറ്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫ്ലോട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചും ഡോളറിൻ്റെ പ്രൈസ് എപ്പോഴും താഴെ നിൽക്കുന്നതാണ് അവരെ സംബന്ധിച്ചും കോർപ്പറേറ്റ് ഏർണിങ്സിൽ സപ്പോർട്ടീവായിട്ടുള്ള കാര്യം. ഇത് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഡേറ്റാ പോയിൻറ്റ്സ് എന്തെല്ലാമാണ് കഴിഞ്ഞ ഒരു 2 മാസം കൊണ്ട് വരുന്ന ഡേറ്റാ പോയിൻറ്റ്സൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ സപ്പോർട്ടീവാണ്. നമുക്ക് GDP-യിൽ ഒരു റിവിഷൻ കിട്ടി. Q2 GDP റിവിഷൻ കിട്ടി. Q3 GDP ഈസ് വെരി ഗുഡ് ആക്ച്വലി. രണ്ടാമത്തെ കാര്യം നമുക്ക് സംഭവിച്ചെന്നാണ് നമ്മുടെ ലിക്വിഡിറ്റി ക്രഞ്ച് 3-3.5 ലക്ഷം കോടി രൂപയുടെ ലിക്വിഡിറ്റി ക്രഞ്ച് മാർക്കറ്റിലുണ്ടായിരുന്നത് 50,000-60,000 കോടിയായിട്ട് കുറയ്ക്കാൻ സാധിച്ചു. RBI ഇൻട്രസ്റ്റ് കുറച്ചു. ഗവൺമെൻറ് 12 lakhs വരെയുള്ള ടാക്സ് സേവിങ്ങിൻ്റെ 12 lakh സാലറി വരെയുള്ള ആൾക്കാരുടെ ടാക്സ് സേവിങ്ങിൻ്റെ സ്കീം കൊണ്ടുവന്നു. മാർക്കറ്റിൽ പൊതുവേ ഗവൺമെൻറ് സ്പെൻഡിങ് ധാരാളമായിട്ട് കൂടി. എസ്പെഷ്യലി Q4 ഒരു ഹ്യൂജ് സ്പെൻഡിങ് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രൊമോട്ടേഴ്സ് പലരും പതുക്കെ തിരിച്ച് സ്റ്റോക്കുകൾ മേടിക്കാൻ തുടങ്ങി എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. കഴിഞ്ഞ മെയ് ജൂൺ ജൂലൈ ഒക്കെ പ്രൊമോട്ടേഴ്സ് വിട്ടിരിക്കുന്ന പല സ്റ്റോക്കുകളും പ്രൊമോട്ടേഴ്സ് കണ്ടമാനം ബൈ ചെയ്യാൻ തുടങ്ങിയത് വലിയൊരു എൻകറേജിങ് ഫാക്ടറാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനത്തെ ഡേറ്റാ പോയിൻറ്റ്സ് ഒക്കെ നമ്മളെ സംബന്ധിച്ച് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കഴിഞ്ഞ ഒരു 10 days ആയിട്ട് US മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും തമ്മിൽ. US മാർക്കറ്റ് കഴിഞ്ഞ 10 daysനുള്ളിൽ ഏതെല്ലാം ദിവസം താഴെ പോയിട്ടുണ്ടോ അവിടേക്ക് ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചിരിക്കാൻ സാധിച്ചു. ഡൈവേർജൻസ് ആയിട്ട് വർക്ക് ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ ഇത്രയും ഡേറ്റാ പോയിൻറ്റ്സ് നമുക്കുള്ള സപ്പോർട്ടീവ് ഡേറ്റാ പോയിൻറ്റ്സാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട റാലി, ആ റാലി ജനുവരിയാണോ സസ്റ്റെയിൻ ചെയ്യുമെന്നുള്ള ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ബെയർ റാലി എന്ന് വെച്ചാൽ ബെയർ ട്രാപ്പ് എന്നൊക്കെ പറയാൻ നമുക്കാണ്. ബെയർ റാലി എന്ന് വെച്ചാൽ മാർക്കറ്റ് കണ്ടമാനം താഴെ പോകുമ്പം ഒരു റാലി കൊടുക്കുന്നു ശരിക്കും. അതാണ് ബെയർ സോണിൽ നടക്കുന്ന റാലി. ഈ റാലികളുടെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഇങ്ങനത്തെ റാലീസിൽ ലീഡേഴ്സിനെ കാണാൻ സാധിക്കത്തില്ല. ഏറ്റവും ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള സെക്ടർ പെട്ടെന്ന് ചാടിക്കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബെയർ സോണിൽ ആ ബെയർ റാലി നടക്കുന്ന സമയത്ത് സസ്റ്റെയിൻ ചെയ്ത പല സെഗ്മെൻറ്റുകളും അവിടെ തന്നെ സ്റ്റക്കപ്പായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ബെയർ സോൺസിൽ നടക്കുന്ന റാലികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തവണ നമ്മൾ ബെയർ സോണിൽ വന്നിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ വലിയൊരു റാലി കണ്ടത്. ആ റാലിയിൽ കണ്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള സെക്ടേഴ്സാണോ കയറി എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യൂ. ഈ ബെയർ മാർക്കറ്റ് തുടങ്ങിയ അന്ന് പോലെ ബെയർ മാർക്കറ്റിൻ്റെ ഈ കഴിഞ്ഞ കൺസോളിഡേഷൻ സ്റ്റേജ് വരെ എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച വരെ സ്ട്രോങ് ആയിട്ടുന്ന ചില സെക്ടേഴ്സ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. ബേസിക്കലി പറയാനാണെങ്കിൽ കെമിക്കൽസ് ഉണ്ട്, ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്. അങ്ങനത്തെ സെക്ടറിലൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച വന്ന ഒരു റാലി കൊണ്ട് ബ്രേക്ക് ഔട്ട്സ് കൂടുതൽ വന്നു.
അങ്ങനത്തെ സെക്ടറിലെ കൂടുതൽ സ്റ്റോക്കുകൾ മാർക്കറ്റ് ബ്രെത്തിലേക്ക് ബ്രോഡർ മാർക്കറ്റ് ട്രെൻഡ് ചെയ്യാൻ നേരത്ത് ആ ട്രെൻഡിലേക്ക് കയറും എന്നുള്ളത് നിങ്ങൾക്ക് അതിന് തീർച്ചയായും കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ അതിൻ്റെ അകത്തൊരു ഉത്തരം പറയുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു അരമണിക്കൂർ വർക്ക് ചെയ്താൽ തീർച്ചയായും കാണാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനത്തെ ഒരു ഡേറ്റ പോയിൻ്റ് വെച്ച് ഓൾറെഡി നമുക്ക് എൻവയറമെൻറ്റ് സപ്പോർട്ടീവായിട്ടുള്ള ഡേറ്റ പോയിൻറ്റ്സ് വന്നു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ റാലിയിൽ നമ്മളുടെ ഡേറ്റ പോയിൻറ്റ്സും കൺവേർജ് ചെയ്യുന്നൊരു കാഴ്ചയാണ്, ഒരേപോലെ പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ റാലി സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്, പ്രൊവൈഡഡ് ട്രംപിൻ്റെ ആൻറ്റി താരിഫായിട്ടുള്ള ഇനിഷ്യേറ്റീവ്നെസ് ഏപ്രിൽ 2-ാം തീയതിക്ക് ക്ലാരിറ്റി കിട്ടുവാണ്. അത് നമ്മളെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യമാണ്. ശരിക്കും ഒരു കാര്യത്തിൽ അത് വലിയൊരു പ്ലസ് പോയിൻ്റ് വരും. എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ 2 കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഒരു മാക്രോ വോളറ്റിലിറ്റി നമ്മൾ കുറേയൊക്കെ മാറും. പക്ഷേ ഏപ്രിൽ 2 എന്ത് ക്ലാരിറ്റിയാണ് വരുന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു പ്രിഡിക്ഷൻ എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അപ്പം ഈ ഒരു ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ റാലിയുടെ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയ എടുക്കാനായിട്ട്. ഇതാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഞാനൊരു ഡേറ്റ പോയിന്റിലേക്ക് നിങ്ങളെ സ്ക്രീനിലേക്ക് കൊണ്ടുപോവാണ്. അത് പിവറ്റ് സോൺസ് ആണ്. ഈ സോൺസ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മുമ്പിൽ നിഫ്റ്റിയുടെ ചാർട്ടാണുള്ളത്. നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ അല്ല, നിഫ്റ്റി 50 ഇൻഡെക്സ് ചാർട്ടാണുള്ളത്. നമ്മൾ കണ്ടല്ലേ സോ ഇവിടെ നിന്നാണ് സ്റ്റോക്കിൻ്റെ മൂവ് താഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ അവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ, ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ വരയ്ക്കുവാണെങ്കിൽ ഇറ്റ്സ് സംതിങ് ലൈക്ക് ദിസ് അല്ലേ, ഇതിങ്ങനെ വരും ശരിക്കും. സോ ട്രെൻഡ് ലൈനിൽ ബ്രേക്കൗട്ട് കൊടുത്ത കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. പക്ഷേ ബ്രേക്കൗട്ട് കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു? ഇത് ബ്രേക്കൗട്ട് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ബ്രേക്കൗട്ടിൻ്റെ കൺഫർമേഷൻ, ബ്രേക്കൗട്ടിനെ കൺഫേം ചെയ്ത ക്യാൻഡിലാണ് നമ്മൾ വെള്ളിയാഴ്ച കണ്ടത്. ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യത്തിൽ നമ്മൾ നിൽക്കുന്നത്, ഒന്നാമത്തെ കാര്യം മൂവിങ് ആവറേജ് 200 EMA 200 തൊട്ട് താഴെയാണ് ക്യാൻഡിലിരിക്കുന്നത്. സോ ഇത് ഫസ്റ്റ് പിവട്ടാണ്, ക്രിട്ടിക്കൽ പിവട്ടാണിത്. ഇതിനെ കവർ ചെയ്ത് എപ്പോഴാണ് പോകുന്നത്? ഇനി കവർ ചെയ്തിട്ട് ഒരു ബ്രേക്കൗട്ട് കൊടുത്തിട്ട് കൺസോളിഡേഷനിലേക്ക് വരുമോ, അല്ലെങ്കിൽ ബ്രേക്കൗട്ട് കൊടുത്തിട്ട് പുൾ ബാക്കിലേക്ക് വന്ന് കൺസോളിഡേറ്റ് ചെയ്യുമോ? അല്ല, ഈ ലെവലിൽ ബ്രേക്കൗട്ട് കൊടുത്തതിന് മുമ്പ് ഈ ലെവലിൽ ഒരു ചെറിയ സോണിൽ ഒരു കൺസോളിഡേഷൻ വരുമോ എന്നൊക്കെ കാര്യം. ഈ സോണിൽ കൺസോളിഡേഷൻ വരാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ കൺസോളിഡേഷൻ വരാം, ഇവിടം വരെ കൺസോളിഡേഷൻ വരാം. നമുക്കറിയില്ല ഏത് വരുമെന്നുള്ളതിനെക്കുറിച്ച് മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. അല്ല, അവിടുന്ന് നേരെ വീണ്ടും നമ്മുടെ ഈ ഒരു ലെവലിൽ പുൾ ബാക്ക് വരാൻ സാധ്യതയുണ്ട്. പുൾ ബാക്ക്സ് ഈ ലെവൽ വരാം. ഈ പുൾ ബാക്ക്സ് ആയതുകൊണ്ട് ഈ ലെവലൊരു പുൾ ബാക്ക് വന്നിട്ടായിരിക്കും കയറുന്നത്. മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനോടൊപ്പം തന്നെ സപ്പോസ് ഇവിടെ ഒരു കൺസോളിഡേഷൻ ബ്രേക്കൗട്ടോ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് സംഭവിക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് പിവറ്റ് സോൺ എന്ന് പറയുന്നത് ഇതാണ് അടുത്ത പിവറ്റ് സോൺ. പല പിവറ്റ് സോൺസ് ഉണ്ട്, പക്ഷേ ഇതാണ് ഫസ്റ്റ് പിവറ്റ് സോൺ, ഇതാണ് സെക്കൻഡ് പിവറ്റ് സോൺ. ഈ രണ്ടും ക്രിട്ടിക്കലാണ് മാർക്കറ്റിൻ്റെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി. എങ്കിൽ മാത്രമേ ഒരു റിവേഴ്സൽ ട്രെൻഡ് എന്നൊക്കെയുള്ള കൺഫർമേഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ല, ഇനി ഈ ഭാഗത്തു നിന്നും ഇവിടെ നിന്ന് കയറിയതിന് ശേഷം തിരിച്ച് വീണ്ടും നേരെ ഇങ്ങനെ താഴെ വന്നാൽ അത് റിവേഴ്സൽ ട്രെൻഡായിട്ട് എടുക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ ശരിക്കും പറയുന്നത് ബെയർ മാർക്കറ്റിൽ നടക്കുന്ന ബെയർ ട്രാപ്പ് എന്ന് പറയാൻ സാധിക്കും. എന്താണ് മാർക്കറ്റ് നടക്കുന്നതിനെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി നിശ്ചയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻസ് നമുക്ക് സേഫായിട്ട് വയ്ക്കാൻ സാധിക്കും. അത് മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് ഏത് സൈഡിൽ പോകണമെന്നുള്ളത്. നമുക്കിത് കാത്തിരുന്ന് കാണാം. കാരണം US-ലും കഴിഞ്ഞ ഒരാഴ്ച ട്രെൻഡിങ് ആയിരുന്നു മാർക്കറ്റ് കണ്ടപോലെ താഴെ പോയിട്ടാണ് ട്രെൻഡ് ചെയ്തത്. ആ ട്രെൻഡിന് ശേഷം US-ഉം ഇതൊക്കെ എക്സ്പാൻഷൻ സോൺസ് ആണ്. US-ഉം എക്സ്പാൻഷൻ സോൺസിന് ശേഷം ഉള്ള കോൺട്രാക്ഷൻ സോൺസിലേക്ക് പോകാനുള്ള സാധ്യതകൾ കണ്ടമാനമുണ്ട്. ആ കോൺട്രാക്ഷൻ സോൺസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കോൺട്രാക്ഷൻ്റെ വോളിയൊക്കെ വന്ന് നല്ല സെല്ലിംഗ് എല്ലാം വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാത്തിരുന്ന് കാണാം. US-ലെ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും അറ്റ് പ്രസൻറ്റ് രണ്ട് മാർക്കറ്റിലും ഒരു ഉണർവാണ് കഴിഞ്ഞ ആഴ്ച കണ്ടത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഏതാനും ദിവസങ്ങൾ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ പിവറ്റ് സോണിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോ കണ്ടല്ലോ. ശരിക്കും പിവറ്റ് സോൺസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂവിങ് ആവറേജ് 200 അടുത്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കവർ ചെയ്യേണ്ട വേറൊരു പിവറ്റും കൊണ്ടുണ്ട്. ഈ രണ്ട് പിവറ്റിനും സ്ട്രോങ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാനുള്ള സാധ്യതകൾ എപ്പോഴും മാർക്കറ്റിലുണ്ട്. നമുക്കൊരിക്കലും ആ രണ്ട് സോണിനെ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ റാലി ജെനുവിൻ റാലിയാണെങ്കിൽ ഈ രണ്ട് പിവറ്റിൻ്റെ സമീപത്ത് ഒരുപക്ഷെ ബ്രേക്കൗട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കണം. അല്ല, ബ്രേക്കൗട്ട് കൊടുത്തില്ലെങ്കിൽ റെസിസ്റ്റൻസിൽ കൺസോളിഡേറ്റ് വേണം ഒരു ബ്രേക്കൗട്ട് കൊടുക്കാനായിട്ട്. ഇത് രണ്ടും പോസിറ്റീവ് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് മാർക്കറ്റിൽ വരാൻ പോകുന്ന ആഴ്ച അല്ലെ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് മാർക്കറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നുള്ളത് തീർച്ചയായും നമുക്ക് ഈ പോയിൻറ്റ്സിൻ്റെ ബേസിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഈ പോയിൻറ്റ്സിലൊക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ, അത് ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്നെങ്കിൽ തീർച്ചയായും ആ റാലിക്ക് വലിയൊരു സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്
ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏപ്രിൽ 2 ട്രംപിൻ്റെ ഡിസിഷൻ കൂടെ വലിയ ബൈൻഡിങ് ആണ് ആ റാലിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഇതെല്ലാം കൂടെ കണക്ക് വെച്ച് നോക്കിയിട്ട് വേണം നമ്മുടെ ട്രേഡിനെ പൊസിഷൻ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നു, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡേറ്റാ പോയിൻറ്റ്സ് മനസ്സിലാക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം മാത്രമേ നിങ്ങളെ ട്രേഡ്സിൽ അല്ലെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ പോകാവുള്ളൂ എന്നുള്ള ഒരു അഡ്വൈസ് മാത്രമേ എനിക്ക് തരാനായിട്ടുള്ളൂ. ആദ്യം പറഞ്ഞ ഒരു ഹെഡിങ് ഞാൻ അവസാനം പറയാൻ വെച്ചതാണ്, അതാണ് ഏണിങ്സ് വോളറ്റിലിറ്റി. സോ നമുക്ക് ഏണിങ്സ് വളരെ വീക്കായ ഒരു കാഴ്ചയാണ് നമ്മൾ Q3 റിസൾട്ടിൽ കണ്ടത്. Q3 റിസൾട്ടിൽ ഏണിങ്സ് വീക്കാകാൻ കാര്യം എന്താണ്? നമുക്ക് പബ്ലിക് സ്പെൻഡിങ് വളരെ വീക്കായിപ്പോയി, ഹ്യൂജ് വാല്യൂഷനിൽ പോയി, പല കാരണങ്ങൾ നിങ്ങൾക്കറിയാം, ഇനി അതിനെക്കുറിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമില്ല. പക്ഷേ ഇത്തവണ പബ്ലിക് സ്പെൻഡിങ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പബ്ലിക് സ്പെൻഡിങ് ആണ് വന്നിരിക്കുന്നത്. വാല്യൂവേഷൻ ഒരു പരിധിയൊക്കെ ക്ലിയറായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതുകൊണ്ടൊക്കെ തീർച്ചയായും നമ്മൾ ഏണിങ്സിൽ നമുക്ക് ഒരു ഗ്രോത്ത് പ്രതീക്ഷിക്കാം. ഇനി ആ ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷിച്ച ലെവൽ വന്നില്ലെങ്കിൽ പോലും ഓൾറെഡി പബ്ലിക് സ്പെൻഡിങ്, ഗവൺമെൻറ് സ്പെൻഡിങ് ഹ്യൂജായിട്ട് വരുന്നത് കൊണ്ട് തന്നെ വരാൻ പോകുന്ന ക്വാർട്ടേഴ്സിൽ തീർച്ചയായും നമുക്ക് ആ ഗ്രോത്ത് പ്രതീക്ഷിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കൺസപ്ഷൻ കൂട്ടാനായിട്ടുള്ള ടാക്സിൽ കൊടുത്ത റിബേറ്റ്, അതുപോലെ തന്നെ RBI റേറ്റ് കുറച്ചത്, അതുപോലെ തന്നെ ലിക്വിഡിറ്റി മാർക്കറ്റിൽ കൊണ്ടുവന്നൊക്കെ ആക്ട് ചെയ്യാൻ നെക്സ്റ്റ് ഏപ്രിൽ മുതൽ കൂടുതലായിട്ട് അതിൻ്റെയൊക്കെ ഒരു മാർക്കറ്റിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും മാർക്കറ്റിൽ നിന്ന്. സോ ഞാനീ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഓവറോളായിട്ട് ചിന്തിച്ചിട്ട് വേണം താങ്കളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ പോകാനായിട്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റോക്ക് എപ്പോഴും സ്ട്രെങ്ത്ത് കാണിക്കുമ്പോൾ മാത്രമേ മേടിക്കാവുള്ളൂ. പക്ഷേ സ്ട്രെങ്ത്തിൻ്റെ കൺസോളിഡേഷൻ വരണം, സ്ട്രെങ്ത്തിൽ കൺസിസ്റ്റൻസി വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്ട്രെങ്ത്തിനെ നമുക്ക് കറക്റ്റായിട്ട് ഗേജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സൈൻ ഓഫ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.